ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് AI ഏജൻറ്റ്സ് ആൻഡ് LLMs, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, IMEC, പ്ലേസസ് ന്യൂസ് ആയിട്ട് നഗോണോ കാരബാഖ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജൻറ്റ്സ് ആൻഡ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നുള്ളതാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം, ഇപ്പോൾ ChatGPT പുതിയൊരു വേർഷൻ GPT-4o എന്ന് പറയുന്ന ഒരു പുതിയൊരു വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി ഒരു AI-കകത്ത് വരുന്ന ഒരു AI ഏജന്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ AI ഏജൻസും അതുപോലെ തന്നെ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസും തമ്മിലുള്ള ഡിഫറൻസസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15-നകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ GPT-3 ഒക്കെ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ GPT-4 ഒക്കെ പോലുള്ളതാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിനുള്ള എക്സാമ്പിൾസ്. അത് ബേസിക്കലി ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ChatGPT യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മളൊരു ടെക്സ്റ്റിലൂടെ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചതിന് ടെക്സ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് പലപ്പോഴും കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വൺ വേ ട്രാഫിക് പോലെയാണ്. ആ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഈ ഒരു മോഡലിലുണ്ട്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിനകത്ത് വരുന്ന കുറച്ചും കൂടി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു AI സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. അത് കുറച്ചും കൂടി റിയൽ ടൈം ആയിട്ട് മൾട്ടി മോഡൽ, അതായത് ടെക്സ്റ്റ്, ഇമേജ്, വോയിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഹ്യൂമൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള AI സിസ്റ്റം മോഡൽസ് ആണ് AI ഏജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ AI ഏജൻസിന് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യർ റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മനുഷ്യർ ഒരു കാര്യം അനലൈസ് ചെയ്യുന്നത് പോലെ, ഇപ്പോൾ നമ്മളൊരു കാര്യം അനലൈസ് ചെയ്യുക ഈ വോയിസും ഇമേജസും അതുപോലെ തന്നെ സറൗണ്ടിങ്ങിൽ നിന്നുള്ള മറ്റുള്ള ഇൻപുട്സും നമ്മുടെ സറൗണ്ടിങ് എൻവയോൺമെന്റിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ, ആ തരത്തിൽ ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ റെസ്പോണ്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഈ ഡിഫറെന്റ് ഇൻപുട്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള AI സിസ്റ്റംസ് ആണ് AI ഏജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ChatGPT-യുടെ GPT-4o എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗൂഗിളിന്റെ പ്രൊജക്ട് അസ്ത്ര എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെക്കാട്ടിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു AI സിസ്റ്റംസ് ആണ് ഈ ആർട്ടിഫിഷ്യൽ AI ഏജൻസ് എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ AI ഏജൻസിനെ അതുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ കുറച്ചും കൂടി ഒരു ഹ്യൂമൻസിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ, മനുഷ്യർ എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതിയിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് റിയൽ ടൈം കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു AI മോഡൽസ് ആയിട്ടാണ് AI ഏജൻസിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് സ്വയം ലേൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കുറച്ചും കൂടി ഓട്ടോണമിയും കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണവും സെയിം തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള സൈനികാക്രമണമുണ്ട്. അതിലൂടെ കൊല്ലപ്പെടുന്നതിൽ മെജോറിറ്റിയും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് നടത്തുന്ന ബോംബിങ്ങിൻ്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഈ ഗാസ സ്ട്രിപ്പിൻ്റെ നോർത്തിലും അതുപോലെ തന്നെ സെൻട്രലിലുള്ള ഏരിയാസിൽ ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയ സമയത്ത്, ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നാരോ ലാൻഡ് ബോർഡർ, ഒരു ലാൻഡ് ഏരിയയാണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏകദേശം 21 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ ആളുകളുടെ മെജോറിറ്റി ആൾക്കാരും ഈ ഗാസ സ്ട്രിപ്പിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റി ഉണ്ട്, അതിൻ്റെ പേരാണ് റാഫ എന്ന് പറയുന്നത്. ഈ റാഫ സിറ്റിയിൽ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള റെഫ്യൂജീസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റാഫ സിറ്റിയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു പുതിയ സൈനികാക്രമണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ, ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇസ്രായേൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള സൈനികാക്രമണം തുടങ്ങുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും അത് കാരണം ഉണ്ടാക്കുന്ന ഹ്യൂമൻ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇത്തരത്തിൽ ഗാസക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ട് ഇതൊരു ജനസൈഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് ഇസ്രായേലിനെതിരായിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ റാഫക്കെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നിർത്തണം എന്നാണ് ഈ ICJ ഓർഡറിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിനകത്തും ഇന്ത്യൻ എക്സ്പ്രസിനകത്തൊക്കെ ഒരു ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 19-നകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ICJ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിലൊന്നാണ്. ഇൻ അതർ വേർഡ്സ്, ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കോടതി എന്ന് പറയുന്നത് ഈ ICJ ആണ്.
ഇത് 1945 UN ഫോം ചെയ്ത അതേ സമയത്ത് UN ചാർട്ടറിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള യുഎന്നിന്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. അതിലൊന്നാണ് ICJ എന്ന് പറയുന്നത്. ICJ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നെതർലാൻഡ്സിലെ ഹേഗിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യുഎന്നിന്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂയോർക്കിന്റെ പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു UN പ്രിൻസിപ്പൽ ഓർഗനും ഈ ICJ ആണെന്ന് കാണാൻ പറ്റും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുഎന്നിന്റെ ഫൗണ്ടിങ് ഡോക്യുമെന്റ് ആയിട്ടുള്ള UN ചാർട്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മുൻഗാമിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന. അപ്പോൾ ആ ലീഗ് ഓഫ് നേഷൻസിന്റെ ഭാഗമായിട്ട് അവർക്കൊരു PCIJ എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ടായിരുന്നു, പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസിന്റെ സക്സസർ ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കണക്കാക്കുന്നത്. ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 15 ജഡ്ജിമാരാണുള്ളത്. ഇവരെ 9 വർഷത്തേക്ക് ഇലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇലക്ട് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലും കൂടി ചേർന്നിട്ടാണ് ഈ 15 ജഡ്ജിമാരെ ഇലക്ട് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഈ 15 ജഡ്ജിമാരെ കൂടാതെ കേസ് ബൈ കേസ് ബേസിസിൽ ഇപ്പോൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു കേസ് നടക്കുന്ന സമയത്ത് അതിനകത്ത് എക്സ്പെർട്ടൈസുള്ള ഒരാൾ വേണമെങ്കിൽ അത്തരത്തിൽ അഡ്ഹോക്ക് നേച്ചറിൽ അഡീഷണൽ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനും പറ്റും. ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ജൂറിസ്ഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ജൂറിസ്ഡിക്ഷനാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനുള്ളത്. ഒന്ന് കണ്ടൻഷ്യസ് ജൂറിസ്ഡിക്ഷനും മറ്റൊന്ന് അഡ്വൈസറി ജൂറിസ്ഡിക്ഷനുമാണ്. കണ്ടൻഷ്യസ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരായിട്ട് കൊടുത്തിട്ടുള്ള കേസ് പോലെയാണ്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരായിട്ട് സ്വമേധയാ അല്ലെങ്കിൽ വളണ്ടറിലി കേസ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻഷ്യസ് ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ വിധി എന്ന് പറയുന്നത് ബൈൻഡിങ് ആയിരിക്കും. അതിന്റെ മുകളിൽ പിന്നെ ഒരു അപ്പീലില്ല. പക്ഷേ ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷന്റെ കേസിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും UN ഏജൻസീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പോലെ തന്നെ UN ഏജൻസീസ് ഈ ഇന്റർനാഷണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട് ICJയുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കാറുണ്ട്. അതാണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഒരു ഒപ്പീനിയൻ ആണ്, അഡ്വൈസ് ആണ്, അത് ബൈൻഡിങ് അല്ല. പക്ഷേ കണ്ടൻഷ്യസ് ജൂറിസ്ഡിക്ഷന്റെ കേസിൽ ആ കേസുകളിലെ കോടതിയുടെ ഉത്തരവ് ബൈൻഡിങ് ആണ്, ഫൈനൽ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇപ്പം നേരിടുന്ന ചില പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ UN ചാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് ഒരു ജഡ്ജ് അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ജഡ്ജി ഇംപാർഷ്യൽ ആയിട്ട് പെരുമാറണം. അതായത് ഇപ്പോൾ ഏതൊരു ജഡ്ജിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അയാൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് നിന്ന് വരുന്ന ഒരാളായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ഒരാളാണെങ്കിലും ഈ ജഡ്ജ് ഒരിക്കലും ആ പെർട്ടിക്കുലർ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഒരിക്കലും ഇംപാർഷ്യാലിറ്റി കാണിക്കാൻ പറ്റില്ല. ഇയാൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ ഒന്നും റെപ്രസെൻറ്റേറ്റീവ് അല്ല. അപ്പോൾ ഇംപാർഷ്യലായിട്ട് ഡിസിഷൻ എടുക്കണം ഈ ജഡ്ജിമാർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു പ്രവർത്തനം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് മിക്കപ്പോഴും ഈ പല രാജ്യങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാർ ആ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ വരുന്ന സമയത്ത് വളരെയധികം പാർഷ്യാലിറ്റി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ICJയുടെ വിധികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഈ കോടതിക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിനകത്തുള്ള കോടതിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഇവിടെ ലീഗൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ പോലീസും ബാക്കിയുള്ള ഗവൺമെന്റൽ ഏജൻസീസും ഉണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. പക്ഷേ ICJയുടെ വിധികൾ നടപ്പിലാക്കാൻ ഇപ്പോൾ ഈ റാഫേൽ ഇസ്രായേൽ ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് നിർത്തിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഇല്ല. അതിനകത്ത് ആ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിന് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് സൈനികപരമായിട്ട് ഇടപെട്ടിട്ട് ഈ ICJയുടെ വേർഡിക്റ്റ് നടപ്പിലാക്കാൻ ഫോഴ്സ്ഫുള്ളി നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ അതിനകത്തും ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്റർനാഷണൽ പൊളിറ്റിക്സിനകത്തുള്ളത് വർക്ക് ചെയ്യും. കാരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒക്കെ കേസിൽ അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രോങ് അലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെതിരായിട്ട് ഇത്തരത്തിലൊരിക്കലും UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെസൊല്യൂഷൻ വരില്ല. കാരണം US അതിനെ വീറ്റോ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഇല്ല. അതുപോലെ തന്നെ പലപ്പോഴും ഈ കേസുകളുടെ വിധി പറയാൻ, ഫൈനൽ വേർഡിക്റ്റ് പറയാൻ 10ഉം 15ഉം വർഷങ്ങൾ എടുക്കാറുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ കേസ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഉള്ളതൊക്കെ ഇൻ്ററിം ആയിട്ട് വരുന്ന ഇടക്കാലത്ത് വരുന്ന താൽക്കാലികമായിട്ടുള്ള ഉത്തരവുകളാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ്, അതായത് ഇസ്രായേലി ജനസൈഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുമ്പോഴേക്കും 10-20 വർഷം കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ലിമിറ്റഡ് സ്കോപ്പ്, അതായത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാനുള്ള അധികാരമല്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ കേസിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഇപ്പോൾ അവരുടെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ഇസ്രായേലി ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനേ ICJക്ക് പറ്റൂ. ഈ ആളുകളെ ശിക്ഷിക്കാനുള്ള അധികാരം ഇവർക്കില്ല. സ്റ്റേറ്റ് പാർട്ടീസിനെതിരായിട്ട് മാത്രമേ ICJക്ക് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റൂ.
ആ നടപടിയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിനോട് എന്തെങ്കിലും കാര്യം ചെയ്യാനേ പറയാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ICJ-യുമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ICJ-യിൽ വന്നിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഈ 2019 ഒരു 2016-17 കാലഘട്ടത്തിൽ ഇന്ത്യൻ നേവൽ ഓഫീസറായിരുന്ന കുൽഭൂഷൺ ജാദവ് എന്ന് പറയുന്ന ഒരാളെ പാകിസ്ഥാൻ മിലിറ്ററി അല്ലെങ്കിൽ അവിടുത്തെ ഇൻ്റലിജൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാനിലൊക്കെയുള്ള ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ, അതായത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഒരു ചാരനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഒരു എനിമി കോമ്പാറ്റൻ്റ് ആയിട്ടാണ് ഇവർ ട്രയലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിലെ ഒരു പൗരനെ മറ്റൊരു രാജ്യത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ, അതായത് ആ വ്യക്തി ഏത് രാജ്യക്കാരനാണോ ആ വ്യക്തിയുടെ രാജ്യത്ത് നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾക്ക് അയാളെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അതാണ് വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ ആക്സസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രീറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഈ കുൽഭൂഷൺ ജാദവിനെ ഒരു എനിമി കോമ്പാറ്റൻ്റ് എന്നുള്ള പേരിൽ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കോൺസുലർ ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരായിട്ട് ഈ കുൽഭൂഷൺ ജാദവിൻ്റെ കേസിൽ ഇന്ത്യ ICJ-നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ICJ അന്ന് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വിധി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. സോ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 21 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ വാർത്ത ആക്ച്വലി ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചല്ല, നമ്മുടെ ഇന്ത്യയിലേക്ക് ലാപ്ടോപ്പിന്റെ ഇമ്പോർട്ടിന്റെ മുകളിൽ ചില റെസ്ട്രിക്ഷൻസ് ഇന്ത്യൻ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യൽ ട്രേഡ് ബാരിയർ ആണെന്നുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അതിനെതിരായിട്ട് ജപ്പാനും ചൈനയും ഒക്കെ ഇപ്പോൾ WTO-ൽ ഈ ഒരു നിലപാടിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനൊരു കൗണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെതിർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ബാനിനെക്കാട്ടിലും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ റെസ്ട്രിക്ഷനെക്കാട്ടിലും കൂടുതലായിട്ട് WTO പോലുള്ള ബോഡീസിനകത്ത് ചർച്ച ചെയ്യേണ്ടത് യൂറോപ്യൻ യൂണിയൻ 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പോലുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇപ്പോൾ 2023 യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ച ഒരു പുതിയൊരു പോളിസിയാണ്. സോ ഇതൊരു സം കൈൻഡ് ഓഫ് ഒരു കാർബൺ താരിഫാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് യൂറോപ്യൻ യൂണിയൻ ടെറിട്ടറീസിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കോമൺ മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന കാർബൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു 6ഓളം പ്രൊഡക്റ്റുകൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനീഷ്യലി ഇതിന്റെ ഭാഗമായിട്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്റ്റീല്, സിമെന്റ്, ഇലക്ട്രിസിറ്റി, അലുമിനിയം ഒക്കെ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാർബൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വലിയ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ടൊരു ടാക്സ് കൊടുക്കേണ്ടി വരും, ഒരു താരിഫ് കൊടുക്കേണ്ടി വരും. അതാണ് ഈ പെർട്ടിക്കുലർ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് മനസ്സിലാക്കുക. ഇത് 2023 ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. യൂറോപ്യൻ യൂണിയൻ അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനൊക്കെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷനൊക്കെ കട്ട് ഡൗൺ ചെയ്യുന്നതിനും കുറച്ചും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ ഗ്രീൻ ഡീൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2023 തൊട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 2026 ജനുവരി 1 തൊട്ടായിരിക്കും ഇത് ഇമ്പോസ് ചെയ്ത്, അതായത് എൻഫോഴ്സ് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2023 തൊട്ട് ഈ പ്രൊഡക്റ്റുകളുടെ ഇമ്പോർട്ടിന് മുകളിലുള്ള റിപ്പോർട്ടിങ് ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂറോപ്യൻ ഗ്രീൻ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ ഗ്രീൻ ഡീൽ പോലുള്ള മറ്റൊരു ഇനീഷ്യേറ്റീവാണ് ഫിറ്റ് ഫോർ 55 ഇൻ 2030 പാക്കേജ് എന്ന് പറയുന്നത്. അതായത് 2030 ആകുമ്പോഴേക്കും അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ 1990-ലെ 1990-ലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2030 ആകുമ്പോഴേക്കും 55% ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഫിറ്റ് ഫോർ 55 ഇൻ 2030 പാക്കേജ് എന്ന് പറയുന്നത്. അത് യൂറോപ്യൻ യൂണിയന്റെ ക്ലൈമറ്റിലൂടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് ആണ് ഈ പറയുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം നടപ്പിലാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാർബൺ ഇൻറ്റൻസീവ് ആയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റിയും, അതായത് ഈ ഇമ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആനുവൽ ബേസിസിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എത്രയാണെന്നും അവർ പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
അതിനൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഒരു കറസ്പോണ്ടിങ് നമ്പർ ഓഫ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ ഈ CBAM സർട്ടിഫിക്കറ്റുകൾ സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ CBAM സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ഒന്നാണ്. 2002 യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ള ഒരു EU എമിഷൻ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഈ CBAM സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റുകൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇമ്പോർട്ടിൻ്റെ കോസ്റ്റ് കൂടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് CBAMൻ്റെ കേസ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് IMEC ആണ്, അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. സോ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് 2023 നമ്മുടെ ഇന്ത്യയിൽ വെച്ച് G20 സമ്മിറ്റ് നടക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു എക്കണോമിക് കോറിഡോർ ആണ്. ഇപ്പോൾ ചൈനയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് IMEC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാസ വാർ, ഇപ്പോൾ അതായത് ഇസ്രായേൽ ഹമാസിനെതിരായിട്ട് അല്ലെങ്കിൽ ഗാസക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ IMECയുടെ ഭാവി വലിയ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ദ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദ മിസ്സിംഗ് ലിങ്ക് ഇൻ IMEC ആസ് ഷോൺ ബൈ ദി ഗാസ വാർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ IMEC അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ യൂറോപ്പ് കോറിഡോർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് കോറിഡോറാണ്, ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കോറിഡോറാണെന്ന് മനസ്സിലാക്കുക. അതായത് ഇന്ത്യയിൽ നിന്ന് പേർഷ്യൻ ഗൾഫ് റീജിയൻ വഴി അല്ലെങ്കിൽ ഗൾഫ് വഴി മിഡിൽ ഈസ്റ്റിലൂടെ യൂറോപ്പിലെ ഗ്രീസ് വരെ കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കോറിഡോറാണ് IMEC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 2 കോമ്പോണൻസ് ആണുള്ളത്. ഇതിനകത്തൊരു ഈസ്റ്റ് കോറിഡോർ ഉണ്ട്. ആ ഈസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യനെയും അതുപോലെ തന്നെ അറേബ്യൻ ഗൾഫിനെയും അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിനെയും കണക്ട് ചെയ്യുന്നതാണ്. മറ്റൊന്ന് നോർത്തേൺ കോറിഡോർ ആണ്. നോർത്തേൺ കോറിഡോർ എന്ന് പറയുന്നത് ഈ പേർഷ്യൻ ഗൾഫ് തൊട്ട് യൂറോപ്പ് വരെയുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഗാസ വാർ ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ ഈ നോർത്തേൺ കോറിഡോർ, അതായത് ഈ ഗൾഫ് റീജിയനിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഈ കോറിഡോർ എന്ന് പറയുന്നത് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുപോലെ തന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൂടെ കടന്നുപോയി ഇസ്രായേലിലൂടെയാണ് പിന്നീട് യൂറോപ്പിൻ്റെ സദേൺ യൂറോപ്പിൽ കിടക്കുന്ന ഗ്രീസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ, അതായത് സൗദി അറേബ്യയും ഇസ്രായേലൊക്കെ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിനകത്ത് ഒരു നോർമലൈസേഷൻ നടന്നാൽ മാത്രമേ ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം അറബ് വേൾഡിനകത്ത് ഇസ്രായേലിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ഒരു പബ്ലിക് ആങ്കർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൗദി അറേബ്യയൊക്കെ ഇസ്രായേലുമായിട്ട് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചകൾ ഇപ്പോൾ തൽക്കാലം സ്റ്റോൾ ചെയ്ത അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഗാസ വാർ ഇതിന് വലിയൊരു ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് കോറിഡോർ ആണ്. ഇതിനകത്ത് നമ്മൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനകത്ത് കാണുന്നത് പോലെ മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ സ്പീഡ് റെയിൽവേയും അതുപോലെ തന്നെ റോഡും വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രിസിറ്റി കേബിൾ നെറ്റ്വർക്കും ഹൈഡ്രജൻ പൈപ്പ് ലൈനും ഹൈ സ്പീഡ് ഡാറ്റ കേബിളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് G20 സമ്മിറ്റിന്റെ സമയത്താണ് പ്രഖ്യാപിച്ചതെങ്കിലും ഇത് G20 ഇനീഷ്യേറ്റീവ് അല്ല. ഇത് ബേസിക്കലി അമേരിക്കയും ഇന്ത്യയൊക്കെ പോലുള്ള അല്ലെങ്കിൽ അമേരിക്കയും അമേരിക്കയുടെ അലൈസും ചേർന്നിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. അതായത് അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഈ പാർട്ട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ PGII എന്ന് പറയുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കുറച്ചും കൂടി വലിയൊരു പദ്ധതി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ IMEC ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന്റെ കൂടെ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും കൂടി ഇത് മനസ്സിലാക്കുക. ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ്, ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് 2021 G7 സമ്മിറ്റ്, അതായത് UK വെച്ച് G7 സമ്മിറ്റ് നടക്കുന്ന സമയത്ത് അന്നാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. 2022 ജർമ്മനിയിൽ വെച്ചിട്ട് അടുത്ത G7 സമ്മിറ്റ് നടന്ന സമയത്താണ് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബേസിക്കലി ഈ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ലോകത്തിലുടനീളം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ അത്രത്തോളം കോർപ്പസ് ഇതിനില്ല. രണ്ടാമതായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നിയർലി കംപ്ലീറ്റ്ലി ചൈനീസ് ഗവൺമെന്റ് ആണ് ഫണ്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന PGIIയുടെ കേസിൽ ഇതിനകത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 2027 ആകുമ്പോഴേക്കും ഇത്തരത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോകത്തിലുടനീളം ഒരു $600 ബില്യൺ
ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. പക്ഷേ ഈ PGI നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പോ അല്ലെങ്കിൽ ആര് എത്ര എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിനകത്തൊന്നും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചേർത്തിട്ടാണ് ഈ $600 ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര പ്രൈവറ്റ് കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അതിനകത്ത് ഓരോ പ്രൈവറ്റ് കമ്പനിയും എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ല ഈ PGIയുടെ കേസിലെന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് നഗോണോ കാരബാഹ് എന്ന് പറയുന്ന റീജിയൻ ആണ്. സോ ഈ നഗോണോ കാരബാഹ് എന്ന് പറയുന്നത് ഇപ്പോൾ 2020 തൊട്ട് സ്ഥിരമായിട്ട് ന്യൂസിൽ വരുന്നൊരു റീജിയൻ ആണ്. ഇത് കോക്കസസ് റീജിയനിലുള്ള ഈ അർമേനിയക്കും അസർബൈജാൻ്റെയും ഇടയിൽ തർക്കത്തിൽപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശമാണ്. സോ ബേസിക്കലി നഗോണോ കാരബാഹ് റീജിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മാപ്പിനകത്ത് കാണാൻ പറ്റും. ഇത് അസർബൈജാൻ അകത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഈ നഗോണോ കാരബാഹ് റീജിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസർബൈജാൻ അകത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ഇതിനകത്തുള്ള മെജോറിറ്റി പോപ്പുലേഷനും അർമേനിയൻസ് ആയിരുന്നു. അപ്പോൾ 1991 സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റപ്പ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അർമേനിയയും അസർബൈജാനും സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറി. അപ്പോൾ അസർബൈജാനിൽ ഉണ്ടായിരുന്ന ഈ അർമേനിയൻ മെജോറിറ്റി പോപ്പുലേഷനുള്ള നഗോണോ കാരബാഹ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഈ 90കളുടെ തുടക്കത്തിൽ അർമേനിയയും അസർബൈജാനും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൻ്റെ അവസാനം അർമേനിയ വിജയിക്കുകയും ഈ നഗോണോ കാരബാഹ് കൂടാതെ ഈ നഗോണോ കാരബാഹിൻ്റെ വെസ്റ്റ് വേർഡ്സ് കിടക്കുന്ന അസർബൈജാൻ്റെ മറ്റുള്ള പ്രദേശങ്ങളും കൂടി ഇവർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു റിപ്പബ്ലിക് ഓഫ് ആർട്സാക്ക് എന്നുള്ള പേരിൽ ഒരു ബ്രേക്ക് അവേ റിപ്പബ്ലിക്കായിട്ട് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നീട് 91 തൊട്ട് 2020 വരെ ഇവർ ഇത്തരത്തിൽ അല്ലെങ്കിൽ 2023 വരെ ഒരു പരിധി വരെ 2023 വരെ ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്റർനാഷണൽ ലോസ് അനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഈ നഗോണോ കാരബാഹിനെ അസർബൈജാന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അർമേനിയ അസർബൈജാനൊക്കെ കിടക്കുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് കോക്കസസ് റീജിയൻ ആണ്. അതിപ്പോൾ ഈ കോക്കസസ് മൗണ്ടൈൻസ് ഉള്ള റീജിയൻ ആണ്. അപ്പോൾ ഈ കോക്കസസ് മൗണ്ടൈൻസിനകത്തുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഗ്രേറ്റർ ഹിമാലയ, ലെസർ ഹിമാലയ എന്നൊക്കെ പറയുന്ന പോലെ ലെസർ കോക്കസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ നഗോണോ കാരബാഹ് റീജിയൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇത് അസർബൈജാന്റെ ഭാഗമാണ്. ഇതൊരു ബ്രേക്ക് അവേ റിപ്പബ്ലിക്കായിട്ട് 2023 വരെ നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ 2020 ഒരു സെക്കൻഡ് നഗോണോ കാരബാഹ് യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഈ അസർബൈജാന് അർമേനിയ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ഈ നഗോണോ കാരബാഹിന്റെ മെജോറിറ്റി ഏരിയാസും അസർബൈജാൻ തിരിച്ചു പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 2023 വീണ്ടും മറ്റൊരു മിലിറ്ററി ഒഫൻസീവിലൂടെ അസർബൈജാൻ ഈ പറയുന്ന നഗോണോ കാരബാഹിനെ കംപ്ലീറ്റ്ലി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇത് മുഴുവനായിട്ടും ഈ അസർബൈജാന്റെ കൺട്രോളിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ഈ നഗോണോ കാരബാഹിനെയും അർമേനിയനെയും, അതായത് നഗോണോ കാരബാഹ് ഒരു ഡിഫാക്റ്റോ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് നഗോണോ കാരബാഹിനെയും അർമേനിയനെയും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു ലാൻഡ് കോറിഡോർ ഉണ്ട്. ആ ലാൻഡ് കോറിഡോറിന്റെ പേരാണ് ലച്ചിൻ കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2020 ഈ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഈ ലാൻഡ് കോറിഡോർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യൻ മിലിറ്ററിയുടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലച്ചിൻ കോറിഡോറിനെ കുറിച്ചും ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ഏരിയൻ്റെ ടെറൈൻ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി മൗണ്ടൈനസ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അതുപോലെ തന്നെ മൗണ്ടൈനസ് ആയിട്ടുള്ള ടെറൈൻ, പിന്നെ ഫോറസ്റ്റ് ലാൻഡും ആണുള്ളത്. അപൂർവം ചില ഫ്ലാറ്റ് ലാൻഡ്സും ഇവിടെ കാണാൻ പറ്റും. പക്ഷേ മെജോറിറ്റിയും ഈ ഒരു ടെറൈൻ എന്ന് പറയുന്നത് മൗണ്ടൈൻസും അതുപോലെ തന്നെ ഫോറസ്റ്റ് ലാൻഡും ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.